വാട്സ്ആപ്പ് ഗൈസ്, ജയ്പൂർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഡ്ജറ്റ് കുറക്കുക എന്നുള്ളൊരൊറ്റ ചിന്ത കൊണ്ട് മാത്രം റിക്ഷയിൽ വലിഞ്ഞു കയറിയിട്ടുണ്ട്. ഇതാണ് റിക്ഷയുടെ അവസ്ഥ. മാക്സിമം എത്രത്തോളം അതിൽ കയറ്റാൻ പറ്റുമോ അത്രത്തോളം അതിൽ കയറ്റിയിട്ടുണ്ടാവും. ഞാനൊക്കെ റിക്ഷയുടെ ഹാൻഡിൽ മേലെ ഇരിക്കുന്നത്. ജയ്പൂരിൽ വന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഫുൾ പിങ്ക് കളറുള്ള ബിൽഡിങ്സ് കാണാൻ തുടങ്ങി. आपको छुट्टी पहले जंतर मंतर हवा में सब चीजें हैं। ठीक है, चारों को घूमने। और क्या है? और आमेर किला, जयगढ़ किला, नारगढ़ किला, जल महल, अच्छा ठीक है. एल्बर्ट म्यूजियम, बिरला मंदिर, तारा मंदिर, राज मंदिर, सिनेमा हॉल, बहुत चीजें। ये कितना टाइम में स्टार्ट करेगा? ये 9 बजे स्टार्ट हुई। 9 बजे 9 से लेके 6:30 बजे तक। ठीक है. പുള്ളിക്കാരൻ പറഞ്ഞതും കേട്ട് ഞാൻ പിന്നെ വണ്ടി എടുത്തു വിട്ടു. അവിടെ കമ്പിളിപ്പതുപ്പെല്ലാം ഉണ്ടായിരുന്നു. ഞാനത് പർച്ചേസ് ചെയ്തില്ല. പിന്നെ നേരെ വിട്ടത് നമ്മുടെ കൃഷ്ണ ടെമ്പിളിലേക്കാണ്. കൃഷ്ണന്റെ പ്രതിഷ്ഠ കേട്ടോ, അങ്ങോട്ട് കാണില്ല. ഭയങ്കര സംഭവമാണ്. ഇതാണ് ടെമ്പിളിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. നമ്മൾ പ്രസാദമൊക്കെ മേടിച്ചിട്ട് നേരെ ഹവാമഹലിലേക്ക് വിടണം. അവിടെ വേറെ എന്തോ ഒരു പുഴുക്കെന്തോ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് സമയം കളഞ്ഞിട്ടില്ല. നേരെ നമ്മൾ ഹവാമഹലിലേക്ക് വിട്ടു. ഇത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും കാണുന്നൊരു സാധനമാണ് ഈ പ്രാവിനെ ഫീഡ് ചെയ്യുന്നൊരു സംഭവം. കച്ചവടമാണേ. എന്തായാലും ഹവാമഹലിൻ്റെ ഫ്രണ്ട് സൈഡിലെത്തിയിട്ടുണ്ട്. ഫ്രണ്ട് സൈഡല്ല കേട്ടോ, ബാക്ക് സൈഡിലെത്തിയിട്ടുണ്ട്. 953 കിളിവാതിലുള്ള ഹവാമഹൽ എന്നെ ശരിക്കും നെട്ടിച്ചു. സമീർ എന്നാണ് ഇയാളുടെ പേര് വരുന്നത്. 30 രൂപയാണ് ഒരു ഫോട്ടോക്ക് ഈടാക്കുന്നത്. അത്യാവശ്യം ആളുകൾ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഇൻകം ജനറേറ്റ് ഉണ്ടാവും. ഇതാണ് ആൾ ഫോട്ടോ എടുത്തത്. ആളുകൾ കൂടാതെ നമ്മൾ മാത്രം നിൽക്കുന്ന രീതിയിൽ നല്ല വൃത്തിയിൽ ആംഗിളിൽ എടുത്തു തരും. ഹവാമഹലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഹോട്ടലിലത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ 250 രൂപയ്ക്ക് ബില്ലാക്കി കഴിഞ്ഞാൽ ഇവിടെ കയറി ഫോട്ടോ എടുക്കാൻ പറ്റൂ. അതാണ് ഇവിടുത്തെ സവിശേഷത. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആളും കാണാത്തത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് വലിയൊരു കുഴപ്പമില്ലാത്തൊരു പാക്കേജാണ്. കാരണം ഇവിടെ നല്ല വൃത്തിയിൽ ആരും ഇല്ലാതൊരു റീൽസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണിത്. മാത്രമല്ല നല്ല വ്യൂ ആണ്. ഇതാണ് ആ ഒരു വ്യൂ വരുന്നത്. 70 രൂപയാണ് ഈ കാണുന്ന ചായക്ക് വരുന്നത്. മെനു നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാണ് ഇവിടുത്തെ ഓൾ ഇൻ ആൾ. ഇവിടെ ഇവരുടെ അടുത്ത് 700 രൂപയ്ക്ക് നല്ല പ്രീമിയം ഡോർമെട്രിയും അവൈലബിൾ ആണ്. ഇവരുടെ തന്നെ ബാത്റൂം ഫെസിലിറ്റിയാണിത്. ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല വൃത്തിയുള്ള ബാത്റൂമാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എൻട്രി ഗേറ്റുകൾ ഉണ്ടാവും. ഞാൻ റൈറ്റ് സൈഡിലൂടെയാണ് കയറിയത്. ഇനി ഇങ്ങനെയുള്ള കാറൊക്കെ എടുത്ത് വരുന്ന ടീമാണ്, കാറും ബൈക്കൊക്കെ എടുത്ത് വരുന്ന ടീമാണെന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആക്ച്വൽ ഫ്രണ്ട് സൈഡിലേക്ക് എത്താവുന്നതാണ്. ഇവിടെയാണ് ഹവാമഹലിൻ്റെ ഫ്രണ്ട് സൈഡ് അഥവാ എൻട്രി ഗേറ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ അവിടെ പോയിട്ട് കയറാവുന്നതാണ്. 52 രൂപയാണ് നമുക്ക് ടിക്കറ്റ് നിരക്ക് വരുന്നത്. ഒന്നിലേറെ ടിക്കറ്റ് കൗണ്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വലിയ തിരക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എല്ലാവരും നല്ല സുഖമായിട്ട് കയറുന്നുണ്ട്. ഒട്ടുമിക്ക ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ബാഗ് പുറത്ത് വെച്ചിട്ട് കയറേണ്ടി വരും. അപ്പം ഇവിടെ ആ ഒരു സിസ്റ്റം ഒന്നും ഇല്ല. നേരിട്ട് നമുക്ക് കയറാം. ഇതാണ് ആ ഒരു ഭാഗം. ഫസ്റ്റ് കയറുമ്പോൾ കാണുന്നൊരു പോർഷൻ ഇതാണ്. നമുക്കൊരു നടുമുറ്റം ഒരു ഫീലൊക്കെ കിട്ടുന്ന ഒരു ഏരിയ. കൊട്ടാരത്തിൻ്റെ മെയിൻ ഏരിയയിലേക്ക് എത്തി. അവിടെ നമുക്ക് രാജസ്ഥാനി സംഗീതം കേൾക്കാം. ഹവാമഹലിൻ്റെ ഉള്ളിലെത്തിയപ്പോഴാണ് ഈ 2 പേരെ കണ്ടത്. ആരാന്നല്ലേ? നമ്മുടെ മലയാളീസാണ്. പോരാത്തിന് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന അനന്തുവാണിത്, ട്രിവാൻഡ്രം. ആൻഡ് ഇത് വന്നിട്ട് രാകേഷ് എറണാകുളത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ കണ്ട സന്തോഷത്തിൽ ഒരുപാട് നേരം സംസാരിച്ചു. പിന്നെ ഇവരുടെ കൂടെ അങ്ങ് കൂടി. പണ്ട് കാലങ്ങളിൽ ഒഴിവ് സമയത്ത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഡാൻസും പാട്ടൊക്കെ നടന്നിരുന്ന ഒരു ഹാളാണ് ഈ കാണുന്നത്. ഇതും കൊട്ടാരത്തിൻ്റെ മറ്റൊരു മുഖം. ഒട്ടുമിക്ക ആളുകളും റീൽസിലൊക്കെ കാണുന്ന ആ ഒരു ബാക്ക് വ്യൂ അഥവാ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ മാത്രമേ കണ്ടിട്ടുണ്ടാവുക. ഇതാണ് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള അകത്തു നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കിളിവാതിലുകളിലൂടെ നോക്കി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ ആണ് ഇവിടെ നിന്നുണ്ടാവുക. ഈ ജയ്പൂർ സിറ്റി കംപ്ലീറ്റ് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. ഇതുപോലെ ഇടുങ്ങിയ ഒത്തിരി ഇടങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട്. സ്റ്റെപ്പുകളൊക്കെ വളരെ ചെറുതാണ്. പിന്നെ ഈ കാണുന്ന പരിപാടി ഇവിടുത്തുകാർക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഇത് ചവച്ച് തുപ്പാത്തതായിട്ട് ഇവിടെ ആരും തന്നെ ഉണ്ടാവില്ല. അപ്പം എല്ലാ കോർണറിലും ഈ ഒരു സാധനം നമുക്ക് പ്രതീക്ഷിക്കാം. ഹവാമഹലിൻ്റെ ടോപ്പ് വ്യൂ ആണിത്. ജന്തർ മന്ദിറും
സിറ്റി പാലസും ഇവിടെ നിന്ന് നോക്കിക്കാണാവുന്ന ദൂരമേ ഉള്ളൂ. ഈ കാണുന്നത് 4th ഫ്ലോറാണ്. ഇവിടെ തല കുനിച്ച് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തല എന്തായാലും മുകളിൽ തട്ടും. കഷ്ടി ഒരാൾക്ക് മാത്രം നടക്കാൻ പറ്റുന്ന രീതിയിലുണ്ടാക്കിയൊരു കവാടം. സ്റ്റെപ്പ് മാത്രമല്ല, വീൽ ചെയർ യൂസ് ചെയ്ത് കയറാവുന്ന രീതിയിലുള്ള ഒരു സജ്ജീകരണവും ഇവിടെ കാണാം. ഇത്തരത്തിൽ ലോക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. മെയിൻ്റനൻസ് വർക്കിനായിട്ടായിരിക്കാം എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഈ കാണുന്ന ടോപ്പ് സൈഡിലേക്കും നമുക്ക് പ്രവേശനമില്ല. നമുക്കിത് കഴിഞ്ഞിട്ട് ജന്തർ മന്ദിറും സിറ്റി പാലസും ആണ് വിസിറ്റ് ചെയ്യാനുള്ളത്. ആ കാണുന്ന ട്രയാങ്കിൾ ഷേപ്പിലുള്ളതാണ് ജന്തർ മന്ദിർ, അപ്പുറം കാണുന്നത് സിറ്റി പാലസുമാണ്. അതിരാവിലെ തന്നെ ഇത്രയും പേര് ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഇനി രാത്രിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ ഇരട്ടി ആയിരിക്കും. 1799 മഹാരാജ സവായ് പ്രതാപ് സിംഗിൻ്റെ കാലത്താണ് ഹവാമഹൽ ഉണ്ടാക്കിയത്. അന്നത്തെ എന്തോ ഒരു ആർട്ട് രൂപമാണ് ഈ വാതിലിൽ കാണുന്നത്. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഹവാമഹലിൻ്റെ എൻഡിലായിട്ട് നമുക്കൊരു കൾച്ചറൽ ഗാലറി കാണാം. അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ എക്സിറ്റ് ആണ് വരുന്നത്. तो लैंग्वेज याद नहीं बट आप नाम पूछ रहे साथ मेरा अमित मेरे यूट्यूब नेम भी अमित मेरे। और जो भैया है ना वो सच बता रहा हूँ, मेरे को अभी रिसेंटली अभी मिले थे आ रहे भैया, काफ़ी अच्छे मतलब ब्लॉगिंग चालू करिए, भैया को सपोर्ट करो क्योंकि आपका एक एक लाइक भैया को मोटिवेट करता है, एक एक सब्सक्राइबर्स भैया को मोटिवेट करता है। क्योंकि देखो भैया वीडियो लाइक करो, कमेंट भी कर दिया करो भैया को। यदि कोई वीडियो में ऐसा कुछ आपको लगे कि भैया ये करो वो करो थोड़ा डेवलप करो तो आप उस चीज़ को बता दिया करो। तुम्हारा एक मोटिवेट भैया को बहुत आगे तक ले जा सकता है। और वो सपोर्ट करने में भाई तुम्हारा किसी का कोई पैसा नहीं लगता, तो प्लीज़ भैया को सपोर्ट करो अच्छी चीज़। और भैया से मैं तो ये भैया कंटिन्यूटी वीडियो में रखो। मेरे को मैंने बीच में छोड़ दिया, इस वजह से मैंने यूट्यूब पे 3-4 साल घर की पर्सनल प्रॉब्लम की वजह से। बाकी आप भैया को सपोर्ट करो, बहुत अच्छी वीडियोस बनाते हैं। और बाकी केरला भैया से मिलकर अच्छा लगा। और भाई केरला आएंगे कभी, केरला मेरे को बहुत अच्छा लगता है सच में, सीरियसली यार। ठीक है। आपका नाम क्या है? सनी। सनी। वो भैया आपका नाम? हेमंत। ठीक है हेमंत भैया। वो 3 आदमी है, फ्रेंड्स आई थिंक। आप फ्रेंड्स है ना? हाँ ठीक है, फ्रेंड्स है, भाई बोल सकते हो भाई। ठीक है, ഓക്കെ. അപ്പോൾ ബയ്യ പറഞ്ഞ പോലെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.